പരിശുദ്ധമായ മുഹറം മാസം കടന്നു വരുമ്പോൾ നമ്മുടെ മുൻഗാമികൾ ഒരുപാട് ദിക്റുകൾ സ്വലാത്തുകൾ പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ട മുഹറം 1 മുതൽ 10 വരെ എന്നല്ല, മുഹറം മുഴുവനും അവർ വളരെ ജാഗ്രതയോടുകൂടി പറഞ്ഞ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്ർ പറഞ്ഞാൽ കിട്ടുന്നത് 18 വലിയ മഹത്വങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത പല മഹത്വങ്ങളും പല കൂലികളും പല പ്രതിഫലങ്ങളും വാരിക്കോരി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമുള്ള ഒരു ദിക്റാണ്. ഇത് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയ മഹത്വമുള്ളത്? ആ ദിക്റിൻ്റെ ശ്രേഷ്ഠതകൾ എന്താണെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും എഴുതുന്ന ഒരു കമൻ്റാണ്, ഉസ്താദേ, ഭർത്താവിൻ്റെ ദുസ്വഭാവം, ഭർത്താവിൻ്റെ മദ്യപാനം നിൽക്കാൻ, ദുശീലങ്ങൾ മാറാൻ എന്താണ് ചെയ്യേണ്ടത്, പ്രത്യേകം ദുആരക്കണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സഹോദരിമാരും കമൻ്റ് എഴുതാറുണ്ട്. അവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. അത് യൂനുസ് നബിക്ക് മാത്രമുള്ള ദിക്റാണോ, അതോ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ പ്രയാസവും മാറുമോ? നമുക്കുള്ള സംശയമാണല്ലോ. ഇത് യൂനുസ് നബി പറഞ്ഞു, മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു, ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞ മറുപടി നമുക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അതെ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്, ഞാനൊരു ജയിലിൽ കിടക്കുന്നത് പോലെയാണ്. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അമ്മായിമ്മയാൻ, അവരിങ്ങനെ മുഖം കൂർപ്പിച്ചിരിക്കും. മറ്റൊരു സ്ഥലത്ത് നാത്തൂമാരാൻ, അവരാണെങ്കിൽ എൻ്റെ കുറ്റം മാത്രമേ കണ്ടുപിടിക്കൂ, ഭർത്താവാണെങ്കിൽ എന്നോട് മിണ്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ഒരു ജയിലിൽ കിടക്കുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ള പ്രത്യേകമായ ഒരു ടിപ്സ് ഈ വീഡിയോയിലുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ. ഒരു ദിക്ർ പറഞ്ഞാൽ ഇതുവരെ കിട്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കൂലി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, ഊരാ കുടുക്കുകളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകും. ഇനി ഒരു രക്ഷയില്ല, ഞാൻ പെട്ടുപോയി എന്ന ആ സന്ദർഭത്തിൽ നിന്നും അള്ളാഹു താല രക്ഷ നൽകും. കള്ളക്കേസുകളിൽ പെട്ടുപോകുന്നവർ മഹാന്മാരെ പഠിപ്പിക്കുന്ന ഏകദേശം 18ഓളം വലിയ പ്രതിഫലങ്ങളുണ്ട്. അതേതൊക്കെയാണെന്നും വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ വീഡിയോ കാണുന്നവർ, അതുപോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സഹായിച്ചവർ, നമുക്കെല്ലാവർക്കും അല്ലാഹു തആല സ്വർഗത്തിൽ ഏറ്റവും ഉന്നത പദവിയാകുന്ന ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ പരിപാവനമായ ഈ മുഹറം മാസത്തിൽ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പരിപാവനമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്നു പുണ്യമാകുന്ന ആഷൂറാ, താസുആ ദിനങ്ങൾ. വിശുദ്ധമായ മുഹറം മാസമാകുമ്പോൾ പഴയകാല ഉസ്താദുമാരും മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളും എല്ലാവരും ഈ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദിക്റായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു ദിക്റാണല്ലോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. ഈ ഒരു ദിക്ർ എന്തുകൊണ്ടാണ് ഈ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ പറയണമെന്ന് മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരും മഹത്തുക്കളും നമുക്ക് പഠിപ്പിച്ച് നൽകാനുള്ള കാരണം? ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠത എന്താണ്? ഈ ദിക്റിൻ്റെ അർത്ഥം എന്താണ്? ഈ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന ഏകദേശം 18ഓളം വലിയ കൂലി, വലിയ പ്രതിഫലങ്ങൾ, വലിയ മഹത്വങ്ങൾ, വലിയ ശ്രേഷ്ഠതകളുണ്ട്. അതൊക്കെ ഏതെല്ലാമാണ് എന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. ആദ്യമായി പറയട്ടെ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ വാചകം ഇതൊരു ദിക്റായി നമുക്ക് പറയാം, ഇതൊരു തസ്ബീഹായി നമുക്ക് പറയാം, അതുപോലെ ഇതൊരു ദുആയായി നമുക്ക് പറയാം, അതുപോലെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തുമാണ്. അപ്പോൾ ആയത്തോതിയ കൂലിയുണ്ട്, ദിക്ർ പറഞ്ഞ കൂലിയുണ്ട്, തസ്ബീഹ് പറഞ്ഞ കൂലിയുണ്ട്, ദുആ ചെയ്ത കൂലി. ഒരു പ്രാവശ്യം നമ്മളിത് പറഞ്ഞാൽ 4 പ്രതിഫലമാണ് ആദ്യം അല്ലാഹു നൽകുക. അപ്പോൾ ഈ ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന ഒന്നാമത്തെ കൂലി, ഒന്നാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ
ഒരു ദിക്ർ പറഞ്ഞ പ്രതിഫലം കിട്ടുന്നു, ഒരു തസ്ബീഹ് പറഞ്ഞ പ്രതിഫലം കിട്ടുന്നു, ഒരു ദുആ ചെയ്ത പ്രതിഫലം കിട്ടുന്നു. അതുപോലെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തോതിയ കൂലിയും അവനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരായത്ത് ഒരു പ്രാവശ്യം ഓതുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് 4 പ്രതിഫലങ്ങളാണ്. എന്തുകൊണ്ടാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദിക്ർ പറയാനുള്ള കാരണം? നമ്മൾ പലപ്പോഴും നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിൽ ഈ ഒരു ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ തസ്ബീഹ് നമ്മൾ പറയാറുണ്ട്, നമ്മളെല്ലാവരും ഏറ്റു ചൊല്ലാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്നൊരു ദിക്റാണ്, തസ്ബീഹാണ്. ഇതിൻ്റെ സന്ദർഭം എന്താണ്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് ജോണസ് എന്നാണ്, ജോണസ് പ്രവാചകൻ എന്നാണ് അവർ പറയുക. നമ്മൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളെ അല്ലാഹു തആല ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അയച്ചത് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്താണ്. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിലെ നീനവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകത്വം കൊടുത്ത് പ്രബോധനത്തിന് വേണ്ടി അയച്ചത്. ഈ നീനവ എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ തുർക്കിയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു തആല പറഞ്ഞു, നീനവ എന്ന പ്രദേശത്തേക്ക് പോയിട്ട് ഇസ്ലാമിക പ്രബോധനം നടത്തണം. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ വലിയ താന്തോന്നികളായ, ധിക്കാരികളായ, പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു ആ നീനവ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിച്ച പണി 18 നോക്കിയിട്ടും വളരെ തുച്ഛമായ, വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ബാക്കി എല്ലാവരും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഹസിക്കാൻ തുടങ്ങി, കല്ലെറിയാൻ തുടങ്ങി, നാട്ടിൽ നിന്നും അടിച്ചോടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോൾ വലിയ ഉപദ്രവം ഈ ജനങ്ങളിൽ നിന്നും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായി. മഹാനവറുകൾക്ക് ഭയങ്കര വിഷമമായി, സങ്കടമായി. അദ്ദേഹം എന്തു ചെയ്തു? ഒരു രാത്രിയിൽ ഈ നീനവ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്നും അദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക് പ്രബോധനത്തിനായി പോവുകയാണ്. ഇവിടെ ഒരു കാര്യമുള്ളത്, ഒരു നാട്ടിൽ ഒരു പ്രവാചകരെ അല്ലാഹു തആല പ്രബോധനത്തിനു വേണ്ടി അയച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ മറ്റൊരു നാട്ടിലേക്ക് ആ പ്രവാചകർക്ക് പോവാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു നിയമമാണ്, പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ളൊരു നിയമമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹം പോകുന്നത് കാൽനടയായിട്ടാണ്. നോക്കുമ്പോൾ മുമ്പിൽ വിശാലമായ ഒരു കടൽ, വിശാലമായ സമുദ്രത്തിൻ്റെ അപ്പുറം കടന്നാൽ സുന്ദരമായ നാടുകളുണ്ട് എന്നും അവിടെ നല്ല നല്ല ആളുകളാണ്, അവരൊക്കെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്താൽ വേഗത്തിൽ കടന്നു വരുമെന്നും മനസ്സിലാക്കിയ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വഴി പോയ കപ്പലിൽ യാത്രക്കാരനായി കൂടുകയാണ്. അങ്ങനെ കപ്പൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അത് ഏത് കപ്പലാണ്, എത്ര നീളമുണ്ട്, എത്ര അടിയുണ്ട് എന്ന് ചോദിച്ചാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് താഴെ വിശദീകരണമായി തഫ്സീറുകളിൽ എഴുതി വെച്ച ചരിത്രങ്ങൾ ഞാൻ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തരുകയാണ്. അങ്ങനെ പോകുന്നു. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ സഞ്ചരിക്കുന്നു. ആ കപ്പലിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നടുക്കടലിലെത്തുമ്പോൾ കപ്പൽ ഇങ്ങനെ ആടി ഉലയുകയാണ്. കാരണം ആടി ഉലയാനുള്ള ഒന്നാമത്തെ കാരണം, ആ കപ്പലിൽ കയറേണ്ടതിനേക്കാൾ കൂടുതൽ ആളുകളെ കയറ്റിയിട്ടാണ് ആ കപ്പൽ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ കാറ്റും കോളും വന്നു. കപ്പലിങ്ങനെ മുങ്ങാൻ പോകുന്ന സമയത്ത് ആ കപ്പിത്താൻ ഒരാൾ വന്ന് പറഞ്ഞു, ഇതിൽ നിന്നും ഒരാൾ പുറത്തു പോയാൽ നമ്മുടെ കപ്പൽ ശാന്തമായി മുന്നോട്ട് പോകും. പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ കടലിലേക്ക് എടുത്ത് ചാടണം എന്നേ അർത്ഥമുള്ളൂ. കാരണം എന്താ, ചുറ്റിനും വെള്ളമാണല്ലോ. അങ്ങനെ പോകുമ്പോൾ ആരും പോവില്ല, ആരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടില്ല, എല്ലാവർക്കും ജീവനിൽ ഭയമുണ്ട്. ആ സമയത്ത് കപ്പിത്താൻ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു നറുക്കിടാം. അങ്ങനെ നറുക്കിട്ടു. ആ നറുക്കിൽ ആദ്യമായി വീണത് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാണ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ഇറങ്ങൂല, ഞാൻ പോവില്ല, നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി നറുക്കിട്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം നറുക്കിട്ടു. വീണ്ടും പേര് വീണത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാണ്. സമ്മതിച്ചില്ല, മൂന്നാമതും അവർ നറുക്കിട്ടപ്പോൾ കിട്ടിയ പേരും മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാം. 3 പ്രാവശ്യവും യൂനുസ് നബിയുടെ പേരാണ്. ആളുകൾ പിന്നെ അനുവാദം ചോദിക്കാൻ നിന്നില്ല, പൊക്കിയെടുത്ത് കടലിലേക്ക് എറിഞ്ഞു എന്നാണ്.
അവർക്ക് പ്രവാചകനാണ്, കടലിലേക്ക് എറിയാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ലല്ലോ. അവർ കടലിലേക്ക് മഹാനവറുകളെ എറിഞ്ഞു എന്നുമുണ്ട്, മഹാനവറുകൾ ചാടി എന്നും അഭിപ്രായമുണ്ട്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണമായി, പ്രവാചകരാണല്ലോ, അള്ളാഹു താല പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകളാണ്, വലിയ സംരക്ഷണമായി അംബർ എന്ന് പറയുന്ന മത്സ്യം, അതായത് ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തിമിംഗലം, ആ ഒരു അംബർ, ആ വലിയ മത്സ്യം വന്ന് മഹാനവറുകളെ വിഴുങ്ങുകയാണ്. അങ്ങനെ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു നാട്ടിലേക്ക് അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ പോയതിൻ്റെ ഒരു ശിക്ഷ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പരീക്ഷണം മഹാനവറുകളുടെ ജീവിതത്തിൽ വന്നു. അത് ഈ മത്സ്യം വയറ്റിലേക്ക് വിഴുങ്ങുകയാണ്. ആ മത്സ്യം മഹാനവറുകളെ വിഴുങ്ങുന്നത് ദുൽഹിജ്ജ മാസം 1-ാം തീയതിയാണെന്നാണ്. തുടർച്ചയായി 40 ദിവസം, അതായത് ദുൽഹിജ്ജ 30 പൂർത്തിയായി, പിന്നെ മുഹറം മാസം വന്നു, മുഹറം 1 ഏറ്റു 10. അപ്പോൾ ദുൽഹിജ്ജ 30-ഉം മുഹറം മാസത്തിലെ ആദ്യത്തെ 10-ഉം 40 ദിവസം, 40 ദിവസം മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു എന്ന് തഫ്സീറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 40 ദിവസം. മുഹറം മാസം 10-ാം തീയതി ആഷുറാഇൻ്റെ അന്നാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരയിലേക്ക് ഈ മത്സ്യം വന്ന് വായ തുറന്ന് കരയിലേക്ക് തുപ്പുന്നത്. അപ്പോൾ 40 ദിവസം മഹാനായ ഈ പ്രവാചകർ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ഈ 40 ദിവസവും മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നെഞ്ചുപൊട്ടി പറഞ്ഞ, ചങ്ക് പിടഞ്ഞ് പറഞ്ഞ ഒരു ദുആയാണ്, ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. തഫ്സീറിൽ കാണാം മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുന്നത് മുഹറം മാസം 10-ാമത്തെ ദിവസമാണ്. ഈ 40 ദിവസവും ഈ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ദിക്ർ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ മഹാനവറുകൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, മഹാനവറുകൾ ഒന്നും പറയാതെ അവിടെ തന്നെ മിണ്ടാതെ അവിടെ ഇരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്നും മഹാനവറുകൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തു പറഞ്ഞു? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ദിക്ർ ഇങ്ങനെ അധികരിപ്പിച്ചു, ഇങ്ങനെ ഉറക്കെ പറയാൻ തുടങ്ങി. എന്താണ് ഈ ഒരു ദിക്റിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അന്ത, ആരാധനക്കർഹനല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല, സുബ്ഹാനക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ അല്ലാഹുവേ ഞാൻ അക്രമകാരികളിൽ പെട്ടു, ഞാൻ ഒരു വലിയ കൊടുംപാപങ്ങളൊക്കെ ചെയ്ത ആളാണ്, നീയാണ് ഏറ്റവും ഉന്നതൻ, നീ ഏറ്റവും പരിശുദ്ധനായ ആളാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ ഈ ദിക്റിൻ്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ടാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയതെന്ന് തഫ്സീറുർ റാസിയിലും മറ്റ് തഫ്സീറുകളിലും ഈ ചരിത്രം വിശാലമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഈ ഒരു ദുആഇൻ്റെ, ഈ ഒരു ഖുർആൻ ആയത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് മഹാന്മാർ പറയുന്ന ഒരുപാട് എണ്ണമുണ്ട്. നമ്മളിവിടെ പരിശോധിക്കുന്നത് 18 എണ്ണമാണ്. 18 ശ്രേഷ്ഠതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇൻഷാ അള്ളാഹ് നമ്മളെല്ലാവരും മുഹറം 3-4 ദിവസങ്ങൾ കഴിഞ്ഞു പോയല്ലോ, ഇനിയുള്ള ദിവസം, ഇനി മുഹറം 9 വരുന്നു, 10 വരുന്നു, അതുപോലെ അതിശ്രേഷ്ഠമായ മറ്റ് ദിനങ്ങളൊക്കെ വരാനിരിക്കുന്നു. മുഹറം മാസത്തിൽ മാത്രമല്ല മറ്റ് മാസങ്ങളിലുമൊക്കെ ഈ ഒരു ദിക്ർ നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയതുപോലെ വളരെ അത്ഭുതകരമായ, നമ്മളൊക്കെ ഒരിക്കലും മാറൂല്ല, ഒരിക്കലും ഇതൊന്നും തീരൂല്ല എന്ന് നമ്മൾ കരുതിയ മല പോലെ ഉയർന്നു നിൽക്കുന്ന, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഏത് പ്രതിസന്ധിയും പടച്ചവൻ മാറ്റിത്തരുന്ന അത്ഭുതം നിറഞ്ഞ ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ്, ഒരു ദുആയാണ്, ഒരു ഖുർആൻ ആയത്താണ് ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ശ്രേഷ്ഠത പറഞ്ഞു. ഇത് ദിക്റാണ്, തസ്ബീഹാണ്, ഖുർആൻ ആയത്താണ്, ദുആയാണ്. ഇത് ദിക്റും തസ്ബീഹൊക്കെ ആയതുകൊണ്ട് ഇതൊരു ഖുർആൻ ആയത്താണെങ്കിൽ പോലും എൻ്റെ ഉമ്മമാർക്കും സഹോദരിമാർക്കും നിസ്കാരമില്ലാത്ത സമയത്ത്, മെൻസസ് ഉള്ള സമയത്ത് ഇതൊരു ദിക്റാണെന്ന് മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾക്കിത് പാരായണം ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ, ഇത് ഓതിയാൽ കിട്ടുന്ന രണ്ടാമത്തെ മഹത്വം, കൂലി, ഗർഭിണികളായ ഉമ്മമാരുണ്ടാകും. നമ്മുടെ വീഡിയോ കാണുന്ന എത്രയോ ഉമ്മമാർ, എത്രയോ സഹോദരിമാർ ഗർഭിണികളാണ്. 5 മാസമായവർ, 8 മാസമായവർ, തുടക്കം 1 മാസമായവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു തആല സ്വാലിഹീങ്ങളായ മക്കളെ, ആൺകുട്ടികളെ പെൺകുട്ടികളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നൽകിയ മക്കളിൽ അള്ളാഹു സ്വലാഹിയത്ത് നിറച്ച് നൽകുമാറാവട്ടെ. ആമീൻ. അപ്പോൾ രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ
ഗർഭിണികളായ ഉമ്മമാർ അവരുടെ സുഖപ്രസവത്തിനായി എല്ലാ ദിവസവും 19 പ്രാവശ്യം ഈ ഒരു ദിക്ർ പറയാൻ ശ്രമിക്കുക. സമയം പറയുന്നില്ല. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് 19 പ്രാവശ്യം എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, ഈ ഒരു ദിക്ർ മുടങ്ങാതെ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് സുഖപ്രസവം ഉണ്ടാകും. അതുപോലെ തന്നെ ആ ജനിക്കുന്ന കുട്ടിയിൽ അല്ലാഹു തആല എല്ലാവിധ ഖൈറും സലാമത്തും നൽകുന്നതാണ്. അല്ലാഹു നൽകുമാറാവട്ടെ. മൂന്നാമത്തെ പ്രത്യേകത, കുട്ടികൾ, നമുക്കുണ്ടായ കുട്ടികൾ, ചെറിയ കുട്ടികളെ, ചില കുട്ടികളെയൊക്കെ കാണുമ്പോൾ ആളുകൾ കൊതിവിടാറുണ്ട്. ചിലപ്പോൾ കൊതി കിട്ടാതിരിക്കാൻ കവിളിൽ ഇങ്ങനെ കറുത്ത കുത്ത്, പിന്നെ താടിയിൽ കറുത്ത കുത്ത്, അവിടെ ഇവിടെയൊക്കെ കുത്തിടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊന്നും അനാചാരമല്ല, അതൊന്നും ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല ആ കുട്ടിയുടെ ഉമ്മയോട് പറഞ്ഞു, ഇവനിക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ ആ കവിളിൽ ഒരു കറുത്ത പുള്ളി ഇട്ട് കൊടുത്തേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ എൻ്റെ ഉപ്പമാർ നിങ്ങളിപ്പോൾ നമുക്കറിയാമല്ലോ, വാട്സപ്പ് തുറന്നാൽ ഇപ്പോൾ എൻ്റെ വാട്സപ്പിലെ DP തന്നെ എൻ്റെ കുട്ടിയുടെ ഫോട്ടോയാണ്. നമ്മളിൽ പല ആളുകളുടെയും ചിലപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സെൽഫി എടുക്കുന്ന നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഉണ്ടാകും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളത് ഇടാൻ പാടില്ല, ഹറാമാണ് എന്നൊന്നും പറയുന്നില്ല. ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ദിക്ർ പറഞ്ഞിട്ടിട്ടാൽ ആരെത്ര എന്ത് കമൻറ്റ് പറഞ്ഞാലും ഒന്നും നമ്മുടെ മക്കൾ കേൾക്കില്ല. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ഈ ദിക്ർ ആത്മാർത്ഥമായി പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ പുറത്തു കൊണ്ടുപോവുക, അതുപോലെ കല്യാണത്തിന് കൊണ്ടുപോവുക, യാത്രകളിൽ കൊണ്ടുപോവുക. കാരണം ആരുടെ മനസ്സാണ് എന്താണ് പറയുക എന്ന് നമുക്ക് തിരിയില്ലല്ലോ. പലരും പലതാണ് പറയുക. ചിലപ്പോൾ നല്ലത് പറയും, ചിലപ്പോൾ മോശം പറയും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പ്രയാസമുണ്ടാവാതിരിക്കാൻ, കുട്ടികൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ, കൊതി തട്ടാതിരിക്കാൻ, നാവ് കൊണ്ട് പറയുന്ന ദോഷം തട്ടാതിരിക്കാൻ ഈ ദിക്ർ പതിവായി പറഞ്ഞ് കുട്ടികളെ മന്ത്രിക്കുക. എന്ന് പറഞ്ഞാൽ അവരുടെ തലയിലോ ശരീരത്തോ ഇഷ്ഫി എന്ന് പറഞ്ഞൊന്ന് ഊതിയാൽ മതി. അപ്പോൾ ഈ കാര്യം മൂന്നാമത്തെ പ്രത്യേകത, കുട്ടികൾക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ ഈ ദിക്ർ പതിവാക്കുക. നാലാമത്തേത്, കുട്ടികൾ ഇല്ലാത്തവരുണ്ട്. കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്നവർ എത്രയോ ആളുകളാണ്. 25 വർഷമായി, 30 വർഷമായിട്ടും ഇപ്പോഴും അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണല്ലോ. ഞങ്ങൾക്ക് 30 വർഷമായി, ഞങ്ങൾക്ക് 35 വർഷമായി, ഞങ്ങൾക്ക് 25 വർഷമായി, നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകണേ എന്ന് ഇപ്പോഴും അവർ ദ്വാരക്കുകയാണ്, ഇപ്പോഴും അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത്, സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാവാൻ ഈ ഒരു ദിക്ർ ആ ഭർത്താവും ഭാര്യയും നിങ്ങൾ നിത്യമായി ഇത് പറയുക. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇനി അഞ്ചാമത്തെ കൂലി, കുട്ടികൾ ഉള്ള ആളുകൾ, മക്കളുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വഴിതെറ്റിപ്പോകുന്ന കാലമാണ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വഴിതെറ്റിപ്പോകുന്ന കാലമാണ്. കുട്ടികൾ വഴിതെറ്റിപ്പോവാതിരിക്കാൻ, പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉറക്കാൻ, അതുപോലെ പരീക്ഷകൾ ഒരു പ്രയാസമില്ലാതെ എഴുതാൻ, ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ടോ അവരുടെ ആ ഇൻ്റർവ്യൂ പാസ്സാവാൻ, ഗൾഫിലേക്ക് വിദേശത്തേക്ക് പോകുന്ന മക്കൾ, അവിടെ ചെന്നിട്ട് ജോലി ശരിയാവാത്ത ആളുകൾ, അവരുടെയൊക്കെ ജോലികളിൽ ഖൈറും സലാമത്തും ബറക്കത്തും ഉണ്ടാവാൻ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ദിക്ർ നിങ്ങൾ സ്ഥിരമായി പറയണേ. മക്കളോട് ഇത് പറയാൻ പ്രത്യേകം ഉണർത്തണേ. ആറാമത്തേത്, നമ്മുടെ മനസ്സിൽ ഒരുപാട് ടെൻഷനുണ്ട്, വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, മാനസിക സമ്മർദ്ദങ്ങളുണ്ട്, ഒറ്റപ്പെടലുണ്ട്. ചിലപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ഒറ്റക്കായിട്ട്, ഭർത്താവ് ചിലപ്പോൾ ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ മൂപ്പരുള്ളതും ഇല്ലാത്തതൊക്കെ കണക്കാണ്, മൈൻഡ് പോലും ചെയ്യാത്ത എത്രയോ ഉമ്മമാർ, എത്രയോ സഹോദരിമാർ പരാതി പറയുന്നുണ്ട്, ഉസ്താദേ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്, ഞാനൊരു ജയിലിൽ കിടക്കുന്നത് പോലെയാണ്. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അമ്മായിമ്മയാണ്, അവരിങ്ങനെ മുഖം കൂർപ്പിച്ചിരിക്കും. മറ്റൊരു സ്ഥലത്ത് നാത്തൂമാരാൻ, അവരാണെങ്കിൽ എൻ്റെ കുറ്റം മാത്രമേ കണ്ടുപിടിക്കൂ, ഭർത്താവാണെങ്കിൽ എന്നോട് മിണ്ടുന്നില്ല. അങ്ങനെ ഒരു ജയിലിൽ കിടക്കുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു കൂട്ടിനുണ്ടാകും. അവർ ആ പ്രയാസങ്ങളൊക്കെ മാറും. മാനസിക സമ്മർദ്ദങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഒറ്റപ്പെടലുകളൊക്കെ മാറും. ഈ ദിക്ർ നിങ്ങൾ നല്ല നിയ്യത്തിൽ, എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറണേ പടച്ചോനെ എന്ന് പറഞ്ഞ് നല്ല നിയ്യത്തിൽ ഇത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും വലിയ സന്തോഷവും റാഹത്തും ഉണ്ടാകും. ഇനി ഏഴാമത്തേത്, ഈ ഒരു ദിക്ർ ഏറ്റവും കൂടുതൽ പറയേണ്ടത് മുഹറം 1 to 10 വരെയുള്ള ദിവസങ്ങളിലാണ്. കാരണം 10ാമത്തെ ദിവസമാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അധികരിപ്പിച്ച് പറഞ്ഞാൽ ഊരാ കുടുക്കുകളിൽ നിന്നും അള്ളാഹു രക്ഷ നൽകും. ഊരാ കുടുക്കുകൾ, ഇനി ഒരു രക്ഷയില്ല, ഞാൻ പെട്ടുപോയി എന്ന ആ സന്ദർഭത്തിൽ നിന്നും അള്ളാഹു തആല രക്ഷ നൽകും. കള്ളക്കേസുകളിൽ പെട്ടുപോകുന്നവർ, ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ, അച്ചാറാണ് അല്ലെങ്കിൽ ചിപ്സാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മയക്കുമരുന്ന് തന്നേക്കാം കൊണ്ടുപോവാൻ, നമ്മളറിയില്ല.
മയക്കുമരുന്ന് ഇങ്ങനെ പൊതിഞ്ഞ് ചിലപ്പോൾ അച്ചാറിൻ്റെ രൂപത്തിലൊക്കെ തരും. പല പാവപ്പെട്ട ചെറുപ്പക്കാരും പെട്ടുപോയ എത്രയോ കേസുകളുണ്ട്. അങ്ങനെ കള്ള കേസുകളിൽ പെട്ടുപോവാതിരിക്കാൻ, അതുപോലെ തന്നെ ജയിലിൽ നിന്നും മോചനം കിട്ടാൻ ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു അത്ഭുതം നിറഞ്ഞ ദിക്റാണ്. നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, എല്ലാ തരത്തിലുള്ള ഇടങ്ങേറുകളും മാറാൻ, കുടുക്കുകളിൽ നിന്നും മാറാൻ ഈ ഒരു ദിക്ർ പര്യാപ്തമാണ്. ഇനിയോ 8ാമത്തെ മഹത്വം, രോഗിയായ ആളുകൾ ഈ ഒരു ദിക്ർ ഒരു ദിവസം 40 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, രോഗിയായി കിടക്കുന്നു, പനിയാണ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമാണ്, അങ്ങനെ ആരെങ്കിലും രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഓരോ രോഗിയും ഓരോ ദിവസവും 40 പ്രാവശ്യം കൈകൊണ്ട് നമുക്ക് എണ്ണാമല്ലോ, 40 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് നല്ല രൂപത്തിൽ പറഞ്ഞാൽ അവൻ്റെ രോഗം അല്ലാഹു ശിഫയാക്കും. അവൻ്റെ രോഗം ശിഫയാകുന്നതോടൊപ്പം അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും. ഇനിയോ മറദുൽ മൗത്താണ്, അതായത് മരണം അല്ലാഹു വിധിച്ചിട്ടുണ്ട് ഈ രോഗത്തോടു കൂടി. അങ്ങനെയാണെങ്കിൽ ആ രോഗത്തിലെങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ ഈ ദിക്ർ പറഞ്ഞവനാണെങ്കിൽ ശുഹദാക്കളുടെ പട്ടികയിൽ അല്ലാഹു പെടുത്തുന്നതാണ്. അപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യം? 40 പ്രാവശ്യം. ഇനി എൻ്റെ ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഉമ്മമാർ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ ദുസ്വഭാവം. ഭർത്താവ് മദ്യപാനിയാൻ, ഹാൻഡ്സ് വെക്കുന്നവനാൻ, പല സ്ത്രീകളുമായി ബന്ധമുള്ളവനാൻ, അതുപോലെ തന്നെ പലിശയുമായി ബന്ധമുള്ളവനാൻ, എന്നെ എപ്പോഴും അടിക്കും, എൻ്റെ മക്കളെ തെറി പറയും, ഉസ്താദേ എപ്പോഴും പ്രയാസമാണ്, സങ്കടമാണ്, ഭർത്താവിനെ കൊണ്ട് ഭർത്താവ് ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരിമാർ. കാരണം അവരുടെ മോശപ്പെട്ട സ്വഭാവം കാരണത്താൽ. ഈ ഭർത്താക്കന്മാരുടെ സ്നേഹമില്ലായ്മയും ഭർത്താക്കന്മാരുടെ ദുസ്വഭാവമൊക്കെ മാറാൻ എല്ലാ ഭാര്യമാരും എന്ത് ചെയ്യുക? എല്ലാ ദിവസവും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം 11 പ്രാവശ്യം വലത്തെ കൈ നെഞ്ചിൽ വെച്ച് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ പറയാൻ മറന്നു പോകരുത്. ഭർത്താവിൻ്റെ മക്കളുടെ ദുസ്വഭാവം മാറാൻ, ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ ഭർത്താക്കന്മാരും ഈ ഒരു ദിക്ർ പതിവാക്കുക. എല്ലാ നമസ്കാരത്തിന് ശേഷവും 11 വട്ടം. ഇനിയോ 11ാമത്തേത്, കടങ്ങളുള്ള ആളുകളുണ്ട്, ലക്ഷങ്ങൾ രൂപ കടമുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ കടം കൊടുത്തത് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അവർക്കും ഈ ദിക്ർ പതിവാക്കിയാൽ വലിയ ഗുണമുണ്ട്. പിന്നെയോ 12ാമത്തേത്, മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ, ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഹദിയയാണ് ഈ ഒരു ദിക്ർ. ഈ ഒരു ദിക്ർ കുറച്ച് പ്രാവശ്യം, ഒരു 100 പ്രാവശ്യമോ അല്ലെങ്കിൽ 200 പ്രാവശ്യമോ 300 പ്രാവശ്യമോ ഒക്കെ ചൊല്ലിയിട്ട്, പടച്ചോനെ ഞാൻ ചൊല്ലിയ ഈ ദിക്റിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക്, എൻ്റെ വാപ്പാക്ക് നീ കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്താൽ അവർക്ക് അല്ലാഹു തആല ആ കൂലി കൊടുക്കുമെന്നാണ്. ഇനിയോ 13ാമത്തെ പ്രതിഫലം, ഈ ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ഈ ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അല്ലാഹു തആല അവൻ്റെ ദുആഇനെ സ്വീകരിക്കുന്നതാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടും, മറുപടി വേഗത്തിൽ കിട്ടുമെന്നാണ്. 14ാമത്തേത്, ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, താങ്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു ദിക്റുണ്ടല്ലോ, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദിക്റാണല്ലോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റാണല്ലോ. ആ ദിക്ർ പറഞ്ഞപ്പോഴാണല്ലോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത്. നബിയെ, അത് യൂനുസ് നബിക്ക് മാത്രമുള്ള ദിക്റാണോ, അതോ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ പ്രയാസവും മാറുമോ? നമുക്കുള്ള സംശയമാണല്ലോ. ഇത് യൂനുസ് നബി പറഞ്ഞു മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു, ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞ മറുപടി നമുക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. നബി തങ്ങൾ പറഞ്ഞത്, ലോക അവസാനം വരെ ഏതെല്ലാം മുസ്ലിം വരുന്നോ അവൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ, എന്തൊക്കെ കുടുക്കുകളുണ്ടോ, എല്ലാത്തിൽ നിന്നുള്ള സംരക്ഷണ കവചമാണ് ഈ ഒരു ദിക്ർ, ഈ ഒരു തസ്ബീഹ്, ഈ ഒരു ദുആ, ഈ ഒരു ഖുർആൻ ആയത്ത്. ഇനിയോ 15ാമത്തെ പ്രതിഫലം, നമുക്ക് ദുന്യാവിലും നാളെ ആഖിറത്തിലും, ദുന്യാവിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ ആഖിറത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകും. പ്രത്യേകിച്ച് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. 16ാമത്തേത്, നമ്മുടെ റിസ്ക്കിൽ അല്ലാഹു വിശാലത നൽകും. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, 5 കാര്യങ്ങളാണ്. ഇതിലൊക്കെ അല്ലാഹു തആല വിശാലത നൽകുന്നതാണ്. ഒരു തട്ടലും മുട്ടലും ഉണ്ടാവില്ല. 17ാമത്തേത്, നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് തട്ടിപ്പോവാതെ നിലനിന്ന് കിട്ടുമെന്നാണ്. നമുക്ക് മക്കൾ അനുഗ്രഹമാണ്, നമ്മുടെ കച്ചവടം അനുഗ്രഹമാണ്, നമ്മുടെ വീട് അനുഗ്രഹമാണ്. ഇതൊക്കെ നിലനിന്ന് കിട്ടും, നഷ്ടപ്പെട്ടു പോവില്ല ഈ ദിക്ർ പതിവാക്കുന്നവർ. അതുപോലെ അവസാനത്തേത് 18ാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠതയായി നമുക്ക് പറഞ്ഞു തരുന്നത് ശൈത്വാന്റെ ഷർറിനെ തൊട്ടുള്ള വലിയ കാവലാൻ. അതാണല്ലോ വേണ്ടത്. ഇബ്ലീസിൻ്റെ ഷർറിനെ തൊട്ടുള്ള
വലിയ കാവൽ അല്ലാഹു തആല ഈ ദിക്ർ പറയുന്നവർക്ക് കൊടുക്കുമെന്നാണ്. ഇത് 18 ഞാൻ ഒതുക്കിയതാണ്. ഒരുപാടുണ്ട്. ഓരോ കിതാബും നോക്കിയാൽ ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്ക് കിട്ടുക. ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലാം. ഇനി പിന്നീട് ചൊല്ലാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് മറന്നുപോയേക്കും. ഇപ്പോൾ തന്നെ എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി പറയും ഒരു 10 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരുപാട് പേർക്ക് ഇപ്പോൾ സംശയമുണ്ടാകും, ഉസ്താദേ നമ്മൾ മുഹറം മാസത്തിലെന്നല്ല ഇതിനു മുമ്പ് ദുൽഹിജ്ജയിലും അതുപോലെ ദുൽഖഅദയിലും ഓരോ മാസത്തിലും നമ്മൾ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ പറയാറുണ്ട്. ഈ ദിക്റുകൾ ചൊല്ലിയാൽ ഇപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ 18 കൂലിയുണ്ട്. അപ്പോൾ ഇതല്ലാതെ മറ്റൊരു ദിക്ർ പറഞ്ഞാൽ ആ ദിക്ർ പറഞ്ഞാലും ഇതുപോലത്തെ കൂലികൾ, കടങ്ങൾ മാറും, രോഗങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും. അങ്ങനെ അതിന് കിട്ടുന്ന പ്രതിഫലങ്ങൾ തന്നെ ഇതിനും കിട്ടും, ഇതിന് കിട്ടുന്ന പ്രതിഫലങ്ങൾ തന്നെ അതിനും കിട്ടും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ദിക്ർ ചൊല്ലിയാൽ പോരെ, എല്ലാ പ്രതിഫലം കിട്ടുമല്ലോ? അല്ലെങ്കിൽ എന്തിനാണ് ഈ ഓരോ ദിക്ർ പറയുമ്പോഴും ഇങ്ങനെ കിട്ടിയ പ്രതിഫലങ്ങൾ തന്നെ കിട്ടുന്നത്? അങ്ങനെ പല സംശയങ്ങളുണ്ട്. മാത്രമല്ല ഒരു ദിക്ർ പറഞ്ഞാൽ ഇതുവരെ കിട്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കൂലി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളല്ല നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളല്ല എൻ്റെ മനസ്സിൽ. നമ്മുടെയൊക്കെ മനസ്സ് വേറെയാണ്, പ്രശ്നങ്ങൾ വേറെയാണ്, ദുഃഖങ്ങൾ വേറെയാണ്, ആഗ്രഹങ്ങൾ വേറെയാണ്, പല ഇഷ്ടങ്ങൾ വേറെയാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയി നമുക്ക് പറയാൻ പറ്റും രോഗങ്ങൾ മാറും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ രോഗങ്ങൾ മാറും. രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ പനിപെടാം, അതിൽ ചുമയുണ്ട്, അതിൽ മഞ്ഞപ്പിത്തമുണ്ട്, ന്യൂമോണിയയുണ്ട്, കാലുവേദനയുണ്ട്, കൈവേദനയുണ്ട്, നടുവേദനയുണ്ട്, അതുപോലെ ശ്വാസകോശത്തിൻ്റെ രോഗമുണ്ട്. അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ ആളുകൾക്കുമുള്ള രോഗങ്ങൾ എടുത്തു പറഞ്ഞിട്ട് നമുക്ക് തലവേദന മാറും, പനി മാറും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ അതിന് തന്നെ സമയമുണ്ടാവും. അതുകൊണ്ട് മൊത്തത്തിൽ പറയുന്നു എന്ത്? രോഗങ്ങൾ മാറും, കടങ്ങൾ മാറും. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലതാണ്. എൻ്റെ മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ അതിന് തന്നെ സമയമുണ്ടാകൂ. അപ്പോൾ മൊത്തത്തിൽ പറയുന്നു എന്ത്? ആഗ്രഹ സഫലീകരണത്തിന് പറ്റിയ ഒരു ദിക്റാണ് ഇത്. ഇതുമാത്രമല്ല ഇതുപോലത്തെ മറ്റ് ദിക്റുകളും. അപ്പോൾ നമ്മളിത് ചൊല്ലുമ്പോൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ചെല്ലാം. വെറുതെ 1-2 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, എൻ്റെ കടം മാറിയില്ലല്ലോ, അങ്ങനെയല്ല. ഇത് ചൊല്ലുമ്പോൾ നിത്യമായി ചൊല്ലുക. ചൊല്ലുന്നത് നല്ല ഇഖ്ലാസോടെ, തഖ്വയോടെ ചൊല്ലുക. എൻ്റെ രോഗങ്ങൾ മാറുമെന്ന നല്ല പ്രതീക്ഷയിൽ, മാറണം എന്ന നല്ല പ്രതീക്ഷയിൽ, നല്ല നീയത്തിൽ. ഇത് 1-2 ദിവസം കൊണ്ട് മാറും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 ദിവസം തുടർച്ചയായി ഇടതടവില്ലാതെ മഹാനവകൾ പറഞ്ഞിട്ടാണ് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതെങ്കിൽ 1-2 ദിവസം പറഞ്ഞിട്ട് എൻ്റെ കടങ്ങൾ മാറിയില്ല എന്ന് പറയുന്നത് നമ്മളൊക്കെ മണ്ടന്മാരായി പോവില്ലേ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ സഹോദരന്മാരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം മാറണം എന്ന നല്ല നിയത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമുക്ക് ഈ ഒരു ദിക്ർ ചൊല്ലി തുടങ്ങാം. അതുപോലെ തന്നെ ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. ഈ ദിക്ർ പറയുക സുന്നത്താണ്, തസ്ബീഹ് പറയുക സുന്നത്താണ്. പല ആളുകളും ഫർളായ നിസ്കാരം ഉപേക്ഷിച്ചിട്ട് ദിക്റിന്റെ പുറകെ പോയാൽ കൂലി എങ്ങനെ കിട്ടും? നിർബന്ധമായ ഫർളായ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, അതൊക്കെ മുന്നിൽ നിൽക്കുന്നു. അതൊന്നും ചെയ്യാതെ കുറച്ച് ദിക്റുകൾ ചൊല്ലിയിട്ട് ഒന്നും കിട്ടിയില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഞങ്ങളുടെ കടങ്ങൾ മാറിയില്ല, രോഗങ്ങൾ മാറിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഫർളായ നിസ്കാരങ്ങൾ ഖളാ ആക്കാതെ നിത്യമായി നിസ്കരിക്കുകയും
അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ പ്രതിഫലങ്ങൾ ഉറപ്പായും കിട്ടും. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സദസ്സ് കബൂലാക്കുമാറാവട്ടെ. ഇതൊരു ജാരിയായ സ്വതക്കയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇത്തരം വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാണുന്നവർക്കും ഇത് പറഞ്ഞവർക്കും ഇത് കേൾക്കുന്നവർക്കും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ആരെല്ലാം എന്തെല്ലാം ദുആ ചെയ്യാൻ വസിയ്യത്ത് നൽകിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു അവരുടെയും നമ്മുടെയും പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ഒരുപാട് ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാവാൻ ദ്വാരക്കാൻ പറഞ്ഞവർ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഈ മുഹറം മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.